KSRTC ബസ്സുകൾ തടയുക മാത്രമാണ് ചെയ്തത്. ഒരിടത്തും കേടുപാട് വരുത്തിയില്ല. പോലീസ് പലയിടത്തും സമരക്കാരെ ബലപ്രയോഗം നടത്തുകയും അന്യായമായി അറസ്റ്റ് ചെയ്യുകയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തടങ്കലിൽ വയ്ക്കുകയാണ് ചെയ്തത്. 1ാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിൻ്റെ ദാരുണമായ മരണത്തിന് ഉത്തരവാദികളായ കോളേജ് മാനേജ്മെൻറ്റിനെയും നിതിൻ രാജിനെ ജാതീയമായി അധിക്ഷേപിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത അധ്യാപകരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഏതാണ്ട് 52ഓളം വരുന്ന പട്ടികജാതി പട്ടികവർഗ സംഘടനകൾ ഇന്നലെ നടത്തിയ ഹർത്താൽ സമരം പരിപൂർണമായ വിജയമായിരുന്നു. സമരത്തിന് ആഹ്വാനം ചെയ്തത് പട്ടികജാതി പട്ടികവർഗ സംഘടനകളായിരുന്നു എങ്കിലും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ സമരത്തെ അനുകൂലിക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നതിൻ്റെ തെളിവാണ് സമരത്തിന് വിജയം. നവോത്ഥാന കേരളമെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ജാതീയ വിവേചനങ്ങൾ, നിറത്തിൻ്റെ പേരിലുള്ള അവഗണനയും അവഹേളനവും ഇപ്പോഴും തുടരുന്നു, നടക്കുന്നു എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിൽ സംഭവിച്ചത്. അതുകൊണ്ടാണ് ഈ സമരം കേരളത്തിലെ ജനങ്ങൾ പിന്തുണയ്ക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമരത്തെ പരാജയപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെൻറ് ബോധപൂർവം ശ്രമിക്കുകയായിരുന്നു. പോലീസ് ഈ സമരത്തെ അടിച്ചമർത്തുവാൻ വേണ്ടി ഒരുപാട് ഇടപെടലുകൾ നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഈ സമരം പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഒളിഞ്ഞു തെളിഞ്ഞ് പരിശ്രമിക്കുകയുണ്ടായി. നമ്മൾ കാണേണ്ടത് ഈ സമരം, അതായത് ഇന്നലെ നടന്ന സമരം അല്ലെങ്കിൽ ഹർത്താൽ, അത് പരിശോധിച്ച് നോക്കിയാൽ KSRTC ബസ്സുകൾ തടയുക മാത്രമാണ് ചെയ്തത്. ഒരിടത്തും കേടുപാട് വരുത്തിയില്ല. കടകൾ, തുറന്ന കടകൾ അടപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. തുറന്ന കടകൾ ഒരിടത്തും ആക്രമിക്കപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ സർക്കാർ ഓഫീസുകൾ ഒരിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ജീവനക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയോ മർദ്ദിക്കുകയോ ചെയ്തില്ല. കേരളത്തിൽ ഒരുപാട് ഹർത്താലുകൾ നടന്ന സംസ്ഥാനമാണ്. ഒരുപാട് പണിമുടക്കുകളും പ്രതിഷേധം നടന്ന സംസ്ഥാനമാണ്. എന്നാൽ ഇന്നലെ നടന്ന ഹർത്താലും മുൻകാലങ്ങളിൽ കേരളത്തിൽ നടന്ന ഹർത്താലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അങ്ങേയറ്റം സമാധാനപരമായിരുന്നു, അങ്ങേയറ്റം ആത്മസംയമനം പാലിച്ചുകൊണ്ടായിരുന്നു. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി എന്നതൊഴിച്ചാൽ കേരളത്തിൽ ഈ ഹർത്താലിൻ്റെ പേരിൽ ഒരു ലാത്തിചാർജ് ഉണ്ടായില്ല. ഈ ഹർത്താലിൻ്റെ പേരിൽ ഒരു വെടിവെയ്പ്പ് നടന്നില്ല. ഈ ഹർത്താലിൻ്റെ പേരിൽ ആർക്കെങ്കിലും പരിക്കേറ്റിട്ട് ആശുപത്രി പ്രവേശിപ്പിച്ചിട്ടില്ല. ഒരു സർക്കാർ സ്ഥാപനങ്ങളുടെയും കേടുപാടുകൾ വരുത്തുകയോ നാശനഷ്ടങ്ങൾ വരുത്തുകയോ ചെയ്തില്ല. അത്തരമൊരു പ്രതിഷേധമാണ് നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്നത്. തീർച്ചയായും ഇക്കാര്യത്തിൽ ഈ ഹർത്താൽ സമരം ഒരിക്കലും അക്രമസക്തമാകാൻ പാടില്ല, അതല്ലെങ്കിൽ ആർക്കും ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർബന്ധമുണ്ടായി. എന്നാൽ പോലീസ് ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് ആശുപത്രിയിൽ പോകേണ്ടി വന്നവർ, അതല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തിലേക്ക് വന്നവർ, പരീക്ഷ എഴുതാൻ പോകേണ്ടി വന്ന വിദ്യാർത്ഥികൾ, ഇവർക്കൊക്കെ തന്നെ ഈ ഹർത്താൽ ദിനത്തിൽ ഓൾട്ടർനേറ്റീവ് സംവിധാനം ചെയ്യാൻ പോലീസിന് കഴിയുമായിരുന്നു. പോലീസ് വാഹനങ്ങളിൽ സാധാരണഗതിയിൽ
ഇത്തരം ഹർത്താലുകൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം പ്രക്ഷോഭങ്ങൾ സമരങ്ങൾ നടക്കുമ്പോൾ പോലീസ് അവിടെ ഇടപെടുകയും ഇത്തരത്തിലുള്ള അത്യാവശ്യമായി ആവശ്യത്തിൽ പോകേണ്ടവരാണെങ്കിൽ അതല്ലെങ്കിൽ സ്ത്രീകളും കുട്ടികളുമാണെങ്കിൽ ഈ ഹർത്താൽ വിവരം അറിയാതെ കേരളത്തിൽ വരുന്നവരാണെങ്കിൽ അതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് പോകാൻ കഴിയാത്തവരാണെങ്കിൽ അവരെ പോലീസ് വാഹനത്തിലോ പോലീസ് ജീപ്പിലോ പോലീസ് വാഹനത്തിലോ തന്നെ എത്തിക്കുന്ന പതിവ് മുൻകാലങ്ങളിൽ ഹർത്താൽ നടക്കുന്ന അവസരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സാഹചര്യം ചിലർക്ക് ഈ ഹർത്താൽ മൂലം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായ ആളുകൾക്ക് ആ ബുദ്ധിമുട്ടിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ അവരെ സഹായിക്കുവാൻ പോലീസിന് കഴിയുമായിരുന്നു. പോലീസിന് ആരും തടയില്ല, പോലീസ് വണ്ടി ആരും തടയില്ല, പോലീസിന് എത്തിക്കാമായിരുന്നു. പക്ഷേ പോലീസ് പലയിടത്തും സമരക്കാരെ ബലപ്രയോഗം നടത്തുകയും അന്യായമായി അറസ്റ്റ് ചെയ്യുകയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തടങ്കലിൽ വയ്ക്കുകയാണ് ചെയ്തത്.